എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ 5ാമത്തെ യൂണിറ്റിൻ്റെ മുഴുവൻ കാര്യങ്ങളും 5 പാർട്ടുകളിലായിട്ട് നമ്മൾ പഠിച്ച് മനസ്സിലാക്കി വയ്ക്കുകയുണ്ടായി. ഇനി നമുക്ക് അതിൻ്റെ അവസാന ഭാഗത്തുള്ള വിലയിരുത്താം ചോദ്യങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാം. അതും കൂടി പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ പാഠം ഏതാണ്ട് നന്നായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ലെറ്റസ് അസസ് വിലയിരുത്താം ചോദ്യങ്ങളിലൂടെ ഏതൊക്കെ ചോദ്യങ്ങളാണ് ഉള്ളത്, ഏതൊക്കെ മാതൃകയിലുള്ള ചോദ്യങ്ങളാണ് ഈ പാഠഭാഗത്തു നിന്ന് ചോദിക്കുക എന്ന് നമുക്ക് ഒന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം നോക്കുക. താഴെ കൊടുത്തിരിക്കുന്ന ഉഭയദിശാ പ്രവർത്തനങ്ങളിൽ ഏതിലാണ് മർദ്ദത്തിലുണ്ടാകുന്ന മാറ്റം സന്തുലനാവസ്ഥയെ സ്വാധീനിക്കാത്തത്? കാരണം എന്തായിരിക്കും? അപ്പോൾ ഇവിടെ 2 രാസപ്രവർത്തനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. രണ്ടും ഉഭയദിശാ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ഇതിൽ മർദ്ദത്തിൻ്റെ സ്വാധീനം ഉണ്ടാകാത്തത് എന്ന് ചോദ്യം വരുവാണെങ്കിൽ അവിടെ നമ്മൾ ചെയ്യേണ്ടത് ആരോ മാർക്കിന് മുൻപ് കിടക്കുന്നത് അഭികാരകങ്ങളും അത് കഴിഞ്ഞ് കിടക്കുന്നത് ഉൽപ്പന്നങ്ങളുമാണ്. അപ്പോൾ ഈ അഭികാരക ഭാഗത്തെ തന്മാത്രകളുടെ എണ്ണം എടുക്കുക, ഉൽപ്പന്ന ഭാഗത്തെ തന്മാത്രകളുടെ എണ്ണവും എടുക്കുക. തന്മാത്രകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത് ഈ പ്രതീകത്തിൻ്റെ ഇടതുവശത്തുള്ള സംഖ്യയൊക്കെ കൂട്ടിയാണ്. ഓരോ അഭികാരകത്തിൻ്റെയും ഇടതുവശത്തുള്ള സംഖ്യ തമ്മിൽ കൂട്ടുന്നു. ഇവിടെ H2വിൻ്റെ ഇടതുവശത്ത് സംഖ്യകളൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അവിടെ 1 ഉണ്ടോ എന്ന് കരുതുക. ഇവിടെയും സംഖ്യയൊന്നുമില്ല, അതുകൊണ്ട് അവിടെ 1 1 2. ഇവിടെ അഭികാരക ഭാഗത്തെ തന്മാത്രകളുടെ എണ്ണം 2. ഇവിടെ ഉൽപ്പന്നം HIയുടെ ഇടതുവശത്ത് 2. ഉൽപ്പന്ന ഭാഗത്തെ തന്മാത്രകളുടെ എണ്ണം 2 ആണ്. അപ്പോൾ ഇവിടെ അഭികാരക ഭാഗത്ത് 2, ഉൽപ്പന്ന ഭാഗത്തും 2. ഇനി അടുത്ത രാസപ്രവർത്തനത്തിൽ N2വിൻ്റെ ഇടതുവശത്ത് ഒന്നുമില്ല, അവിടെ 1 ഉണ്ട്. ഇവിടെ H2വിൻ്റെ ഇടതുവശത്ത് 3. അപ്പോൾ 1 3. ഇവിടെ അഭികാരക ഭാഗത്ത് 4, ഇവിടെ 2. അപ്പം ഇവിടെ തന്മാത്രകളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്, ഇവിടെ തന്മാത്രകളുടെ എണ്ണത്തിൽ വ്യത്യാസമില്ല. അപ്പോൾ ഈ മർദ്ദം സ്വാധീനിക്കണമെങ്കിൽ അഭികാരക ഭാഗത്തെയും ഉൽപ്പന്ന ഭാഗത്തെയും തന്മാത്രകളുടെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ മർദ്ദത്തിന് സ്വാധീനമുള്ളൂ. അപ്പോൾ ഈ ഒന്നാമത്തെ സമവാക്യത്തിലാണ് മർദ്ദത്തിന് സ്വാധീനമില്ലാത്തത്. ഇവിടെ കാരണം എന്താണ്? അഭികാരക ഭാഗത്തെയും ഉൽപ്പന്ന ഭാഗത്തെയും തന്മാത്രകളുടെ എണ്ണം തുല്യമാണ്. അതുകൊണ്ട് ഈ ഒന്നാമത്തെ രാസപ്രവർത്തനത്തെ മർദ്ദം സ്വാധീനിക്കുകയില്ല. രണ്ടാമത്തെ ചോദ്യം നോക്കുക. നൈട്രജനും ഹൈഡ്രജനും ചേർന്ന അമോണിയ ഉണ്ടാകുന്ന പ്രവർത്തനത്തിൽ ഉയർന്ന മർദ്ദം പ്രയോഗിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്ത്? നമ്മളിപ്പോൾ കണ്ടു, നൈട്രജനും ഹൈഡ്രജനും ചേർന്ന് അമോണിയ ഉണ്ടാകുന്ന ആ രാസപ്രവർത്തനത്തിൽ തന്മാത്രകളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. ഒരിടത്ത് 4ഉം ഉൽപ്പന്ന ഭാഗത്ത് 2ആണ്. അപ്പോൾ അവിടെ തന്മാത്രകളുടെ എണ്ണം വ്യത്യാസമുള്ളതുകൊണ്ട് മർദ്ദം സ്വാധീനിക്കും. ഇനി മർദ്ദം സ്വാധീനിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ അറിയണം. തന്മാത്രകളുടെ എണ്ണം വ്യത്യസ്തമാണെങ്കിൽ തന്മാത്രകളുടെ എണ്ണം കുറയുന്ന ദിശയിൽ രാസപ്രവർത്തനം നടക്കണമെങ്കിൽ മർദ്ദം കൂട്ടണം. കാരണം നമുക്ക് കൂടുതലായിട്ട് അമോണിയ ഉണ്ടാകണം എന്നാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? തന്മാത്രകളുടെ എണ്ണം കുറയുന്ന ദിശയിൽ രാസപ്രവർത്തനം നടക്കണം. തന്മാത്രകളുടെ എണ്ണം കുറയുന്നത് അഭികാരകം ഉൽപ്പന്നമായി മാറുന്ന പ്രവർത്തനമാണ്. അതായത് പുരോപ്രവർത്തനം ആണ് നമുക്ക് നടക്കേണ്ടത്. അപ്പോൾ നമ്മൾ മർദ്ദം കൂട്ടിയാൽ മാത്രമേ പുരോപ്രവർത്തനം നടക്കുകയുള്ളൂ. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. നോക്കുക, മർദ്ദം കൂട്ടിയാൽ അത് കുറയ്ക്കാൻ വ്യാപ്തം അല്ലെങ്കിൽ തന്മാത്രകളുടെ എണ്ണം കുറയുന്ന ദിശയിൽ രാസപ്രവർത്തനം നടക്കും. തന്മാത്രകൾ തമ്മിലുള്ള കൂട്ടിയിടി അല്ലെങ്കിൽ കൊളീഷൻ കൂടും. അതായത് തന്മാത്രകളുടെ എണ്ണം കുറയുന്ന ദിശ ഇവിടെ പുരോപ്രവർത്തനമാണ്. പുരോപ്രവർത്തനം നടക്കുമ്പോഴാണ് തന്മാത്രകളുടെ എണ്ണം കുറയുന്നത്. അപ്പോൾ അവിടെ കൂടുതൽ അമോണിയ ഉണ്ടാകും. ചുരുക്കത്തിൽ മർദ്ദം കൂട്ടിയാൽ ഇവിടെ പുരോപ്രവർത്തനം വേഗത്തിൽ നടക്കുകയും കൂടുതൽ അമോണിയ ഉണ്ടാവുകയും ചെയ്യുന്നു. അതാണ് ഇവിടുത്തെ പ്രയോജനം. മൂന്നാമത്തേത് ഒരു രാസപ്രവർത്തനം നോക്കുക. കാർബണും ജലവും ചേർന്ന് കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും ഉണ്ടാകുന്ന രാസപ്രവർത്തനം. ഈ രാസപ്രവർത്തനത്തിലെ അഭികാരകങ്ങളും ഉൽപ്പന്നങ്ങളും എഴുതുക. അഭികാരകങ്ങളും ഉൽപ്പന്നങ്ങളും എഴുതുക എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആരോ മാർക്കിന് മുൻപുള്ളത് അഭികാരകം, ആരോ മാർക്ക് കഴിഞ്ഞുള്ളത് ഉൽപ്പന്നം. അപ്പോൾ ഈ പ്രതീകങ്ങൾ പ്ലസ് മാറ്റി കോമ ഇട്ടങ്ങ് എഴുതിയാൽ മതി. കാർബൺ ഒന്നാമത്തെ അഭികാരകം, പ്ലസിന് പകരം കോമ. അടുത്തത് H2O. ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ CO, H2. ഇനി ഇതിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ഇടയ്ക്കിടെ മാറ്റിക്കൊണ്ടിരുന്നാൽ വ്യൂഹത്തിന് എന്ത് സംഭവിക്കുന്നു? ഉൽപ്പന്നങ്ങൾ മാറ്റിക്കൊണ്ടിരുന്നാൽ ഉൽപ്പന്നങ്ങളുടെ ഗാഢത കുറയും. ഉൽപ്പന്നങ്ങളുടെ ഗാഢത കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? പശ്ചാത് പ്രവർത്തനത്തിന്റെ വേഗത കുറയും. ഉൽപ്പന്നം ഉണ്ടെങ്കിലേ പശ്ചാത് പ്രവർത്തനം, നേരെ തിരിച്ചുള്ള പ്രവർത്തനം നടക്കുകയുള്ളൂ. അപ്പോൾ പശ്ചാത് പ്രവർത്തനത്തിന്റെ വേഗത കുറയുന്നു,
അതുകൊണ്ട് എന്തിന്റെ വേഗത കൂടും? പുരോപ്രവർത്തന വേഗത കൂടും. അപ്പോൾ കൂടുതൽ ഉൽപ്പന്നം ഉണ്ടാകാൻ ഇത് സഹായിക്കുന്നു. നാലാമത്തെ ചോദ്യം, 2NO + O2 gives 2NO2 + താപം. ഈ രാസപ്രവർത്തനത്തിൽ താഴെ പറയുന്നവ ഉൽപ്പന്നത്തിന്റെ അളവിനെ എങ്ങനെ സ്വാധീനിക്കുന്നു? ഒന്നാമത്തേത്, താപനില കുറയ്ക്കുന്നു. ഈ രാസപ്രവർത്തനത്തെ സംബന്ധിച്ച് പുരോപ്രവർത്തനം, അതായത് അഭികാരകം ഉൽപ്പന്നമായി മാറുന്ന പ്രവർത്തനം താപമോചകമാണ്. ഈ രാസപ്രവർത്തനം കഴിയുമ്പോൾ താപം പുറത്തേക്ക് വിടുന്നുണ്ട്. അപ്പൊ താപനില നമ്മൾ കുറയ്ക്കുവാണെങ്കിൽ പുരോപ്രവർത്തനത്തിന്റെ വേഗത കൂടും. താപനില കുറച്ചാൽ വ്യൂഹം എന്ത് ചെയ്യും? അത് കൂട്ടാനായിട്ട് ശ്രമിക്കും. താപനില കുറയ്ക്കുമ്പോൾ വ്യൂഹം താപനില കൂട്ടാൻ ശ്രമിക്കും. അപ്പോൾ പുരോപ്രവർത്തനത്തിന്റെ വേഗത കൂടുകയും കൂടുതൽ ഉൽപ്പന്നം ഉണ്ടാവുകയും ചെയ്യുന്നു. രണ്ടാമത്തെ ചോദ്യം, മർദ്ദം കൂട്ടുന്നു. മർദ്ദത്തിന് സ്വാധീനം വരുമ്പോൾ തന്മാത്രകളുടെ എണ്ണം നോക്കണം. ഇവിടെ 3 തന്മാത്രകൾ, 2ഉം ഇവിടെ 1, 3 തന്മാത്രകൾ, ഇവിടെ 2. അപ്പോൾ പുരോപ്രവർത്തനത്തിലാണ് തന്മാത്രകളുടെ എണ്ണം കുറയുന്നത്. അപ്പോൾ മർദ്ദം കൂട്ടിയാൽ പുരോപ്രവർത്തനം വേഗത്തിൽ നടക്കുന്നു, കൂടുതൽ ഉൽപ്പന്നം ഉണ്ടാകും. അടുത്തത്, ഓക്സിജന്റെ അളവ് കൂട്ടുന്നു. ഓക്സിജൻ എന്ന് പറയുന്നത് അഭികാരകമാണ്. അഭികാരകത്തിന്റെ അളവ് കൂട്ടിയാൽ കൂടുതൽ ഉൽപ്പന്നം ഉണ്ടാകുന്നു. പുരോപ്രവർത്തനം വേഗത്തിൽ നടക്കുകയും കൂടുതൽ ഉൽപ്പന്നം ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും പരീക്ഷയ്ക്ക് വരിക. അപ്പോൾ ഓരോന്നും എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഉൽപ്പന്നത്തിന്റെ കൂടെയാണ് താപം കിടക്കുന്നത് എങ്കിൽ താപനില കുറച്ചാൽ മാത്രമേ കൂടുതൽ ഉൽപ്പന്നം ഉണ്ടാകൂ. താപനില കുറയ്ക്കുമ്പോൾ പുരോപ്രവർത്തനം നടക്കും, അപ്പോൾ കൂടുതൽ ഉൽപ്പന്നം ഉണ്ടാകും. മർദ്ദം വരുമ്പോൾ തന്മാത്രകളുടെ എണ്ണം നോക്കണം. തന്മാത്രകളുടെ എണ്ണം കുറയുന്ന ദിശയിൽ മർദ്ദം കൂട്ടിയാൽ രാസപ്രവർത്തനം നടക്കും, അപ്പോൾ പുരോപ്രവർത്തനം വേഗത്തിൽ നടക്കും, കൂടുതൽ ഉൽപ്പന്നം ഉണ്ടാകും. അഭികാരകത്തിന്റെ ഗാഢത കൂട്ടിയാലും കൂടുതൽ ഉൽപ്പന്നം ഉണ്ടാകും. അപ്പോൾ ഉൽപ്പന്നം കൂടുതൽ കിട്ടാനുള്ള 3 വഴികളാണ് ഇവിടെ പറഞ്ഞത്. താപനില താപനില കുറച്ചാൽ കൂടുതൽ ഉൽപ്പന്നം ഉണ്ടാകും. താപം മോചക പ്രവർത്തനമാണെങ്കിൽ, പുരോപ്രവർത്തനം താപം മോചകമാണെങ്കിൽ താപനില കുറയ്ക്കണം. ഇനി പുരോപ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ഇവിടെ പ്ലസ് താപം എന്ന് കിടക്കുന്നത് അഭികാരകത്തിന്റെ കൂടെയാണെങ്കിൽ കൂടുതൽ ഉൽപ്പന്നം കിട്ടാൻ താപനില കൂട്ടണം. താപം ഉൽപ്പന്നത്തിന്റെ കൂടെയാണെങ്കിൽ താപനില കുറയ്ക്കണം. ഇപ്പുറത്താണെങ്കിൽ താപനില കൂട്ടണം, കൂടുതൽ ഉൽപ്പന്നം ലഭിക്കാൻ. ഇനി തന്മാത്രകളുടെ എണ്ണം കുറയുന്ന ദിശയിൽ രാസപ്രവർത്തനം നടക്കുന്നത് മർദ്ദം കൂട്ടുമ്പോഴും. അഭികാരകത്തിന്റെ ഗാഢത കൂട്ടിയാലും കൂടുതൽ ഉൽപ്പന്നം ഉണ്ടാകും. അഞ്ചാമത്തെ ചോദ്യം നോക്കുക. ഇവിടെ കൂടുതൽ ഉൽപ്പന്നം ലഭിക്കാൻ മർദ്ദത്തിൽ എന്ത് മാറ്റം വരുത്തണം? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, മർദ്ദം കൂട്ടണം. കാരണം തന്മാത്രകളുടെ എണ്ണം കുറയുന്ന ദിശയിൽ രാസപ്രവർത്തനം നടക്കും, അത് പുരോപ്രവർത്തനമാണ്. അപ്പോൾ കൂടുതൽ ഉൽപ്പന്നം ലഭിക്കാൻ മർദ്ദം കൂട്ടണം. മർദ്ദം കൂട്ടിയാൽ പുരോപ്രവർത്തനം വേഗത്തിൽ നടക്കുകയും കൂടുതൽ ഉൽപ്പന്നം ഉണ്ടാവുകയും ചെയ്യും. ഇനി പുരോപ്രവർത്തനം വേഗത്തിലാക്കാൻ ഗാഢതയിൽ വരുത്തേണ്ട മാറ്റം. അഭികാരകം ഏതാണോ അതിൽ ഏതെങ്കിലും ഒരു അഭികാരകത്തിന്റെ എങ്കിലും ഗാഢത കൂട്ടിയാൽ പുരോപ്രവർത്തനം വേഗത്തിൽ നടക്കും. ഒപ്പം ഈ ഉൽപ്പന്നത്തിന്റെ ഗാഢത കുറയ്ക്കുകയും വേണം. സമ്പർക്ക പ്രക്രിയ വഴി സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്ന ഘട്ടങ്ങളിൽ ഒന്നിന്റെ രാസസമവാക്യം നൽകിയിരിക്കുന്നു. ഈ പ്രവർത്തനത്തിൽ ചുവടെ നൽകിയ ഘടകങ്ങളുടെ സ്വാധീനം എന്ത്? ഇതുപോലെയുള്ള ചോദ്യമാണ് നമുക്ക് വരിക കേട്ടോ. അപ്പോൾ 2SO2 + O2 gives 2SO3 + താപം. ഇവിടെ ഓക്സിജന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു. ഓക്സിജൻ അഭികാരകമാണ്. അപ്പൊ അഭികാരകത്തിന്റെ അളവ് കൂട്ടിയാൽ പുരോപ്രവർത്തനം വേഗത്തിൽ നടക്കുകയും കൂടുതൽ ഉൽപ്പന്നം ഉണ്ടാവുകയും ചെയ്യുന്നു. മർദ്ദം വർദ്ധിപ്പിക്കുന്നു. മർദ്ദം വർദ്ധിപ്പിക്കുമ്പോൾ തന്മാത്രകളുടെ എണ്ണം കുറയുന്ന ദിശയിൽ രാസപ്രവർത്തനം നടക്കും. ഇവിടെ 3 തന്മാത്രകളാണ്, ഇവിടെ 2 തന്മാത്രകൾ. അപ്പം ഇങ്ങോട്ട് പുരോപ്രവർത്തനത്തിൽ തന്മാത്രകളുടെ എണ്ണം കുറയുന്നു. അപ്പോൾ മർദ്ദം കൂട്ടിയാൽ പുരോപ്രവർത്തനം വേഗത്തിൽ നടക്കുന്നു. ഉൾപ്രേരകമായിട്ട് വനേഡിയം പെന്റോക്സൈഡ് ചേർക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? വേഗത്തിൽ ഇത് സന്തുലനാവസ്ഥയിൽ എത്തുന്നു. അതായത് പുരോപ്രവർത്തനവും പശ്ചാത്പ്രവർത്തനവും ഒരുപോലെ നടക്കുന്ന ആ ഒരു ഘട്ടത്തിലേക്ക് ഇത് പെട്ടെന്ന് എത്തിച്ചേരുന്നു. സൾഫർ ട്രൈഓക്സൈഡ് നീക്കം ചെയ്യുന്നു. സൾഫർ ട്രൈഓക്സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ഉൽപ്പന്നമാണ്. ഉൽപ്പന്നം നീക്കം ചെയ്താൽ പശ്ചാത്പ്രവർത്തനത്തിന്റെ അളവ് കുറയും, അതേസമയം പുരോപ്രവർത്തനത്തിന്റെ അളവ് കൂടുകയും ചെയ്യും. നോക്കുക, ഒന്നാമത്തേത് ഓക്സിജന്റെ അളവ് കൂട്ടിയാൽ പുരോപ്രവർത്തന വേഗം കൂടുന്നു. രണ്ടാമത്തേത് മർദ്ദം കൂട്ടിയാലും പുരോപ്രവർത്തന വേഗത കൂടുകയും കൂടുതൽ ഉൽപ്പന്നം ഉണ്ടാവുകയും ചെയ്യുന്നു. ഉൾപ്രേരകം ചേർക്കുമ്പോൾ വേഗത്തിൽ സന്തുലനാവസ്ഥയിൽ എത്തുന്നു. അടുത്തത് അവസാനത്തേത്
എന്തായിരുന്നു, സൾഫർ ട്രയോക്സൈഡ് നീക്കം ചെയ്തു. സൾഫർ ട്രയോക്സൈഡ് എന്ന് പറയുന്ന ഉൽപ്പന്നമാണ്. ഉൽപ്പന്നം നീക്കം ചെയ്യുമ്പോൾ പശ്ചാത്പ്രവർത്തന വേഗത കുറയുകയും പുരോപ്രവർത്തന വേഗത കൂടുകയും ചെയ്യുന്നു. അടുത്തത്, പരീക്ഷണശാലയിൽ അമോണിയ നിർമ്മിക്കുമ്പോൾ ശോഷകാരകമായി കാൽസ്യം ഓക്സൈഡാണ് ചേർക്കുന്നത്. സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ചാലുള്ള പ്രശ്നം എന്താണ്? ഇവിടെ നമുക്ക് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. കാരണം സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത് കാഠിന്യമേറിയ ഒരു ആസിഡാണ്. അമോണിയ കാഠിന്യമേറിയ ഒരു ബേസ് ആണ്. അപ്പൊ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചേർക്കുന്നു. വളരെ വേഗത്തിൽ ഇവ തമ്മിൽ രാസപ്രവർത്തനം നടക്കുകയും അമോണിയ സൾഫേറ്റ് എന്ന പുതിയ ഉൽപ്പന്നമായി മാറുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്കുള്ള പ്രശ്നം, നമുക്ക് ലഭിക്കുന്ന അമോണിയയുടെ അളവ് കുറഞ്ഞു പോവുകയും ശോഷകാരകത്തിന്റെ ആ ഒരു പ്രവർത്തനം അവിടെ നടക്കാതിരിക്കുകയും ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് അമോണിയ നിർമ്മിക്കുമ്പോൾ ശോഷകാരകമായി ഗാഢ സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. എട്ടാമത്തെ ചോദ്യം നോക്കുക. സൾഫ്യൂരിക് ആസിഡിന്റെ ഏത് ഗുണമാണ് താഴെ പ്രകടമാകുന്നത്? സൾഫ്യൂരിക് ആസിഡിന്റെ രണ്ട് ഗുണങ്ങളാണ് ശോഷകാരക ഗുണവും നിർജ്ജലീകാരക ഗുണവും. ശോഷകാരക ഗുണം നമ്മൾ ഉപയോഗിക്കുന്നത് ഈർപ്പമായിട്ട് കാണുന്ന ആ ഒരു ജലാംശത്തെ നീക്കം ചെയ്യാനായിട്ടാണ് നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്നത് എങ്കിൽ അതിനെ ശോഷകാരക ഗുണമെന്ന് പറയും. ഇനി രാസപരമായിട്ട് ഒരു വസ്തുവിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന ജലത്തെ നീക്കം ചെയ്യാനാണെങ്കിൽ, അതായത് നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ ജലാംശം ഒന്നും കാണാനില്ല, പക്ഷെ അതിന്റെ ഉള്ളിൽ ജലം ഉണ്ട്, അതാണ് നിർജ്ജലീകാരക ഗുണം. അപ്പം ക്ലോറിന്റെ നിർമ്മാണ വാളയിൽ വാതകത്തെ ഗാഢ സൾഫ്യൂരിക് ആസിഡിലൂടെ കടത്തിവിടുന്നു. ഇത് ക്ലോറിന്റെ കൂടെ അടങ്ങിയിരിക്കുന്ന ഈർപ്പത്തെ നീക്കം ചെയ്യാനാണ്. അപ്പൊ അതവിടെ ശോഷകാരക ഗുണമാണ്. അടുത്തത് നോക്കുക. തടി കൊണ്ടുള്ള അലമാരയിൽ ഗാഢ സൾഫ്യൂരിക് ആസിഡ് വീഴാൻ ഇടവരുന്ന ഭാഗം കരിഞ്ഞു പോകുന്നു. നമ്മുടെ തുണിയിൽ ഗാഢ സൾഫ്യൂരിക് ആസിഡ് വീണാൽ കരിഞ്ഞു പോകുന്നു. അതുപോലെ ഗ്ലൂക്കോസിനകത്ത് സൾഫ്യൂരിക് ആസിഡ് ചേർത്താൽ അത് കറുത്ത നിറമായി മാറുന്നു. ഇവിടെയൊക്കെ അതിന്റെ ഉള്ളില് രാസപരമായി ലയിച്ചു ചേർന്നിട്ടുള്ള ജലത്തെയാണ് സൾഫ്യൂരിക് ആസിഡ് വലിച്ചെടുക്കുന്നത്. അത് നിർജ്ജലീകാരക ഗുണമാണ്. ഈ രണ്ട് ഗുണങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക. അടുത്ത ഒരു ഗ്രാഫ് തന്നിരിക്കുകയാണ്. ഈ ഗ്രാഫുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. അത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സിയും ഡിയും തിരിച്ചറിഞ്ഞ് എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രവർത്തനം സി എന്ന് പറയുന്നത് പുരോപ്രവർത്തനമാണ്. രാസപ്രവർത്തനത്തിന്റെ സമയം കൂടുന്തോറും പുരോപ്രവർത്തനത്തിന്റെ നിരക്ക് കുറഞ്ഞു വരുന്നു. അടുത്തത് ഡി എന്ന് പറയുന്നത് പശ്ചാത്പ്രവർത്തനത്തിന്റെ വേഗത കൂടി വരികയും ചെയ്യുന്നു. അപ്പൊ ഇത് പുരോപ്രവർത്തനവും ഇത് പശ്ചാത്പ്രവർത്തനവുമാണ്. പുരോപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഏതാണ്? നൈട്രജനും ഹൈഡ്രജനും ചേർന്ന് അമോണിയ ഉണ്ടാകുന്നതാണ് പുരോപ്രവർത്തനം. പശ്ചാത്പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അമോണിയ വിഘടിച്ച് നൈട്രജനും ഹൈഡ്രജനുമായി മാറുന്നതാണ് പശ്ചാത്പ്രവർത്തനം. അപ്പൊ അടുത്ത ചോദ്യം നോക്കുക. ഈ രാസപ്രവർത്തനത്തിൽ ഉൾപ്രേരകം ഉപയോഗിച്ചാൽ ഗ്രാഫിലെ എ എന്ന ബിന്ദുവിന്റെ സ്ഥാനത്തിന് എന്ത് മാറ്റം വരും? എ എന്ന ബിന്ദു സന്തുലനാവസ്ഥയിൽ എത്തിച്ചേരുന്ന ആ ഒരു പോയിന്റ് ആണ്. അതായത് പുരോപ്രവർത്തനവും പശ്ചാത്പ്രവർത്തനവും ഒരുപോലെ നടക്കുന്ന പോയിന്റ് ആണ് എ എന്ന പോയിന്റ്. നമ്മൾ ഉൾപ്രേരകം ചേർത്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? വേഗത്തിൽ സന്തുലനാവസ്ഥയിൽ എത്തും. അപ്പൊ എ എന്ന പോയിന്റ് കുറച്ചുകൂടി പുറകോട്ട് വന്ന് ആ പോയിന്റിൽ സിയും ഡിയും ഒരുമിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നോക്കുക, കുറച്ചുകൂടി പുറകോട്ട് വന്ന് സിയും ഡിയും ഒരുമിക്കുന്നു. എയുടെ സ്ഥാനം പിന്നിലേക്ക് മാറുകയും വേഗത്തിൽ സന്തുലനാവസ്ഥ പ്രാപിക്കുകയും ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പഠിക്കാനായിട്ടുള്ളത്. എല്ലാവരും നന്നായിട്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കി പഠിക്കും എന്ന് കരുതുന്നു. അടുത്ത വീഡിയോ നിങ്ങൾക്ക് എത്തിച്ചേരുന്നിടം വരെ എല്ലാവർക്കും താങ്ക് യു.